നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പരിസ്ഥിതിയും കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളാണ് കൂടുതൽ ചെയ്യുന്നത്. രാഷ്ട്രീയ വീഡിയോകൾക്ക് നമ്മൾ കുറച്ച് സമയം കുറച്ച് കൊടുത്തിട്ടുണ്ട്. സർവീസ് വീഡിയോകളിൽ നമ്മൾ കുറച്ചൊന്ന് പിടിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ ജീവനോടെ നിലനിർത്തിട്ട് വേണമല്ലോ ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഇടുന്ന വീഡിയോകൾ പരമാവധി കാണുകയും നമ്മുടെ കുട്ടികളെയും എല്ലാവരെയും പരമാവധി കാണിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായൊരു വിഷയമാണ്. കാലാവസ്ഥാ വ്യതിയാനവും കാലാവസ്ഥാ മാറ്റവും എന്ന് പറയുന്ന രണ്ട് വാക്ക് മലയാളിക്ക് ചിരപരിചിതമാണ്. കുറച്ചുകൂടി നല്ല വാക്ക് ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് മലയാളിക്ക് അറിയാം. കാലാവസ്ഥ മാറുന്നു. എന്നാൽ കാലാവസ്ഥ വ്യതിയാനവും കാലാവസ്ഥ മാറ്റവും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഭൂമി ഉണ്ടായ കാലം മുതൽ 450 കോടി വർഷങ്ങൾ കൊണ്ട്, അല്ല 460 കോടി വർഷങ്ങൾ കൊണ്ട് ഭൂമി ഉണ്ടായ കാലം മുതൽ സൂര്യനും ഭൂമിയും, ഭൂമി 23 ഡിഗ്രി ചരിവിൽ കറങ്ങുന്നത് കൊണ്ടും, അതൊക്കെ നമ്മൾ അച്ചുതണ്ടൊക്കെ, സാങ്കല്പിക അച്ചുതണ്ടൊക്കെ നമ്മൾ അങ്ങനെ പഠിക്കുന്നതാണ്. ഹൈപ്പോത്തിറ്റിക്കലാണ് പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ കറങ്ങുന്നത് കൊണ്ടും, ഇക്വറ്റോറിയൽ റീജിയനും ഭൂമധ്യരേഖാ പ്രദേശവും പോളാർ റീജിയനും ധ്രുവപ്രദേശവും ഒക്കെ ഉള്ളത് കൊണ്ടും, അവയ്ക്കിടയിലുള്ള പ്രദേശമൊക്കെ ഉള്ളത് കൊണ്ടും, സൂര്യപ്രകാശം എപ്പോഴും തുല്യമായി ഭൂമിയിൽ എല്ലായിടത്തും പതിക്കാത്തത് കൊണ്ടും, കടലിൻ്റെ സാമീപ്യം ഉള്ളത് കൊണ്ടും, മലകളുടെയും പുഴകളുടെയും മറ്റ് ഭൂവിനിയോഗത്തിൻ്റെയും ഒക്കെ സാധ്യതകൾ ഉള്ളത് കൊണ്ട് കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു. മാറ്റമല്ല, വ്യതിയാനമുണ്ടാകുന്നു. ഞാൻ മാറ്റത്തിലേക്ക് വരാം. വ്യതിയാനമുണ്ടാകുന്നു. ആ വ്യതിയാനത്തെ നമ്മൾ പറയുന്നതാണ് ചൂടുകാലം, മഴക്കാലം, തണുപ്പ് കാലം, ശിശിരം, ഹേമന്തം എന്നൊക്കെ പറയുന്ന കാലമുണ്ടല്ലോ. നമ്മൾ മഞ്ഞുകാലം എന്നൊക്കെ പറയുന്ന നിയതമായ കാലം, അതാണ് കാലാവസ്ഥ വ്യതിയാനം. കാരണം ഒരു മഴക്കാലം മാറുന്നു, വേനൽക്കാലം വരുന്നു, കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വന്നു. ക്ലൈമാറ്റിക് വേരിയബിലിറ്റി എന്ന് പറയാം. ക്ലൈമറ്റ് വേരിയബിളായി. എന്നാൽ ആ ക്ലൈമാറ്റ് വേരിയബിലിറ്റിയെ, ആ വേരിയബിലിറ്റിക്ക് ചേഞ്ച് വന്നുകൊണ്ട് ഏത് കാലത്തും ചൂട് വരാമെന്നും ഏത് കാലത്തും തണുപ്പ് വരാമെന്നും ഏത് കാലത്തും മഴ വരാമെന്നും എപ്പോൾ എന്ത് വരാമെന്നും എവിടെ വരാമെന്നുള്ള രീതിയിലേക്ക് ക്ലൈമാറ്റ് ചേഞ്ചായി, മാറ്റം വന്നു. അപ്പോൾ ക്ലൈമാറ്റ് വേരിയബിലിറ്റിയിൽ നിന്ന് ക്ലൈമാറ്റ് ചേഞ്ചിലേക്ക് നമ്മൾ പോയി. ഈ ക്ലൈമാറ്റ് വേരിയബിലിറ്റി ഉണ്ടായിരുന്നപ്പോൾ, അതായത് മാനവരാശി ഭൂമിയിൽ വലുതായിട്ട് ഇടപെടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ 1700-കൾക്ക് മുമ്പ്, ഏകദേശം 1-2 ലക്ഷത്തെ ചരിത്രം മാത്രമുള്ള മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക്, മനുഷ്യരെന്നല്ല ജീവജാലങ്ങളിൽ എത്രയോ തവണ ഭൂമിക്ക് ചൂട് കൂടിയിട്ടുണ്ട്. 6-7 തവണ വല്ലാതെ കൂടിയിട്ടുണ്ട്. ഒരു 5-6 തവണ ഭൂമി ചൂട് കുറഞ്ഞിട്ടുമുണ്ട്, വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അതിശൈത്യത്തിലേക്ക് പോയിട്ടുണ്ട്, അതീവ ഉഷ്ണത്തിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അതിശൈത്യത്തിലേക്ക് പോയപ്പോഴാണ് ദിനോസറുകൾ ഭൂമിയിൽ ഇല്ലാതായത്. അതീവ ചൂട് കൊണ്ടും പലതും ഇല്ലാതായിട്ടുണ്ട്. അത് ക്ലൈമാറ്റ് വേരിയബിലിറ്റിയാണ്. അതിനകത്ത് നമുക്കൊരു ഇടപെടലുമില്ല. ഭൂമിയുടെ ചലനം, ഭൂഗുരുത്വാകർഷണ ബലം, സൂര്യൻ്റെ ചൂട്, ഭൂമിയുടെ ചരിവ്, കടലിൻ്റെ സാമീപ്യം, കാറ്റിൻ്റെ യാത്ര, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭൗതിക ഘടകങ്ങളാണ്, ഭൗതിക ജൈവ ഘടകങ്ങൾ കൊണ്ട് ഭൂമിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെയാണ് കാലാവസ്ഥാ വ്യതിയാനം, വേരിയബിൾ എന്ന് പറയുന്നത്. എന്നാൽ 1700-കളാകുമ്പോൾ, പ്രത്യേകിച്ച് 1712 ആകുമ്പോൾ തുടക്കത്തിൽ തന്നെ ആവിയന്ത്രം കണ്ടുപിടിച്ചു. ആവിയന്ത്രം കണ്ടുപിടിച്ചതോടുകൂടി ഭൂമിയിൽ വളരെ വലിയ തോതിൽ കൽക്കരി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഭൂമിക്കടിയിൽ കിടക്കുന്ന കാർബൺ ആയിട്ടുള്ള കൽക്കരി കാർബണും കൂടെ ആണല്ലോ. കൽക്കരി പുറത്തെടുത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് ആവിയന്ത്രവും ട്രെയിനുമൊക്കെ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ വ്യാപകമായി ഭൂമിയുടെ മുകളിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് മനുഷ്യർ കൃത്രിമമായി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടു എന്നല്ല, അയച്ചു. പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് മീഥൈൻ ഒരുപാട് വരുന്നുണ്ട്. നെൽകൃഷി ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് മീഥൈൻ വരുന്നുണ്ട്. എന്നിട്ട് 1800-കളാകുമ്പോൾ ലോകത്ത് വ്യവസായ വിപ്ലവം വരുന്നുണ്ട്. ഇപ്പോൾ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി ഉപയോഗിച്ച രാസവളത്തിൻ്റെയും കീടനാശിനികളുടെയും, അത് കാർഷിക വിപ്ലവം. പിന്നെ വ്യവസായ വിപ്ലവത്തിന് ഉപയോഗിച്ച
വസ്തുക്കളുടെയും സിമെന്റിന്റെയും ഒക്കെ ഫലമായി, പെയിന്റ്, സിമെന്റ്, ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് ഫലമായി അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാൻ തുടങ്ങി. അങ്ങനെ 1824 ഫ്രഞ്ച് ഫിസിക്കൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള ജോസഫ് ഫൂരിയർ എന്ന് പറയുന്ന ആള് പറഞ്ഞു, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഹരിതഗ്രഹ പ്രഭാവം ഭൂമിക്ക് ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സൂര്യന്റെ ചൂട് ഭൂമിയിൽ വന്നതിന് ശേഷം തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ആ ചൂട് മുഴുവൻ അന്തരീക്ഷത്തിലേക്ക് പോകുന്നില്ല, കുറെ ഭാഗം അന്തരീക്ഷത്തിൽ കെട്ടി നിൽക്കുന്നു. അങ്ങനെ കെട്ടി നിൽക്കാൻ കാരണം നമ്മൾ കൂടി പുറത്തുവിടുന്ന, മനുഷ്യർ കൂടി പുറത്തുവിടുന്ന ആന്ത്രോപ്പോജനിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യർ കൂടി പുറത്തുവിടുന്ന, മനുഷ്യൻ പുറത്തുവിടുന്ന ആന്ത്രോപ്പോജനിക് കാര്യങ്ങൾ കൂടി കൊണ്ട്, അതിന് ആ വാക്കാണ് വെക്കുന്നത്, മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് വരുന്നതിന് ആന്ത്രോപ്പോജനിക് ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. ആ കാര്യങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തിന്റെ താപനില കൂടുന്നു. കൂടാൻ കാരണം സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് വികിരണത്തിലൂടെ, റേഡിയേഷനിലൂടെ കടലിനെയും കരയുമൊക്കെ ചൂടാക്കിയ ശേഷം റേഡിയേഷനിലൂടെ തിരിച്ചു പോകുമ്പോൾ അത് അന്തരീക്ഷ മണ്ഡലമായ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞ് മിസോസ്ഫിയർ കഴിഞ്ഞ് തെർമോസ്ഫിയർ വരെയൊക്കെ പോകേണ്ട ചൂട്, അല്ലെങ്കിൽ അതിങ്ങനെ മുകളിലോട്ട് പോയി പല തരത്തിൽ വ്യാപിച്ച് അന്തരീക്ഷത്തിലേക്ക് പോയി അയോണീകരിക്കപ്പെട്ട് പോകേണ്ട ചൂട് വീണ്ടും എന്ത് സംഭവിക്കുന്നു? ട്രോപ്പോസ്ഫിയറിന് മുകളിലോട്ട് പോകാൻ കഴിയാതെ ട്രോപ്പോസ്ഫിയറിന്റെ അവിടെ തന്നെ ഈ നേരത്തെ പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കിയ ഒരു കുട പോലെ കാർബൺ ഡൈ ഓക്സൈഡ് നിൽക്കുന്നത് കൊണ്ട് ചൂടിന് മുകളിലോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് താഴേക്ക് വരും. അപ്പോൾ ഭൂമിക്ക് വീണ്ടും ചൂട് കൊടുക്കും. ഇതിനെ പറഞ്ഞൊരു പേരാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ചൂട് കുറഞ്ഞ സ്ഥലങ്ങളിൽ ഉള്ള ചൂടിനെ പുറത്ത് വിടാതെ റൂമിനകത്ത് ചൂട് വരുമ്പോൾ ആ ചൂടിനെ പിടിക്കുന്നതിന് വേണ്ടി ഗ്ലാസ് ഹൗസുകളൊക്കെ ഇട്ട് അതിനകത്തുള്ള ചൂടിനെ പരമാവധി പിടിച്ച് കൃഷിയൊക്കെ ചെയ്തിരുന്നു. കൃഷിയല്ല, ഈ സസ്യങ്ങളൊക്കെ, ഈ പൂക്കളുമൊക്കെ നട്ടിരുന്നു. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇത് വന്നത്. അപ്പോൾ ഹരിതഗ്രഹ പ്രഭാവം എന്നുള്ള കൺസെപ്റ്റ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞ് 1861 ആകുമ്പോൾ ഐറിഷ് ശാസ്ത്രജ്ഞൻ അന്തരീക്ഷത്തിലെ വാതകങ്ങളും ജലബാഷ്പവും ഹരിതഗ്രഹ പ്രഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. 1886 ആകുമ്പോൾ മോട്ടോർ വാഹനങ്ങൾ കാൾഡ് ബെൻ കണ്ടുപിടിച്ചു. ഞാൻ ഈ പേര് തെറ്റിപ്പോകാതിരിക്കാനാണ് നോക്കുന്നത്. കാൾസ് ബെൻഡ് കണ്ടുപിടിച്ചു. അപ്പോൾ കാൾസ് ബെൻഡിന്റെ കണ്ടുപിടുത്തം കൂടി ആയപ്പോൾ മോട്ടോർ വാഹനങ്ങളും ധാരാളം ഉപയോഗിക്കാൻ തുടങ്ങി, കൽക്കരി ഉപയോഗിക്കാൻ തുടങ്ങി, ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, അന്തരീക്ഷത്തിന്റെ താപനില കൂടാൻ തുടങ്ങി. അപ്പോൾ ക്ലൈമാറ്റ് വേരിയബിലിറ്റിയിൽ നിന്ന് ക്ലൈമാറ്റ് ചേഞ്ചിലേക്ക് മാറി. അത് ചെറിയ ലെവലിലായിരുന്നു. എന്നാൽ അതിന്റെ 1898 ആകുമ്പോൾ കൽക്കരിയുടെ വർദ്ധിച്ച ഉപയോഗം അതും പ്രശ്നമുണ്ടാക്കി. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ 1800 വീണ്ടും കണ്ടുപിടിക്കുന്നു, സൂര്യനിൽ നിന്നുള്ള ഉൾക്കൊള്ളുന്ന ആഗിരണം ചെയ്യാനുള്ള കഴിവ് കാർബൺ ഡൈ ഓക്സൈഡിന് കൂടുതലാണെന്ന് സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ന്യൂട്ട് ആർംസ്ട്രോങ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതെല്ലാം ശാസ്ത്ര സമൂഹം കണ്ടുപിടിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മളാരും പറയുന്നതല്ല. ഭൂമിയുടെ മനുഷ്യപ്രേരിതമായ കാര്യങ്ങൾ കൂടി കൊണ്ട്, ആന്ത്രോപ്പോജനിക്കായ കാര്യങ്ങൾ കൂടി കൊണ്ട് ഭൂമിക്ക് ചൂട് കൂടുന്നതെന്ന് പറയുന്നതാണ്. പിന്നെ 1936 ആകുമ്പോൾ 147 ക്ലൈമാറ്റിക് സോണുകളെ പഠിച്ചുകൊണ്ട് ഗേ കലണ്ടർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ബ്രിട്ടീഷ് എഞ്ചിനീയർ, അയാൾ ഒരു തത്വം ഉണ്ടാക്കി. അത് ഗേ കലണ്ടർ തത്വം എന്നാണ് പറയുന്നത്. അത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രതയുള്ള വ്യത്യാസത്തിലും ഭൂമിക്ക് ചൂട് വർദ്ധിപ്പിക്കാമെന്ന വിവരം പറയുന്നുണ്ട്. 1955 ആകുമ്പോൾ അമേരിക്കൻ ഗവേഷകനായ ഗിൽബർട്ട് പ്ലാസ് ആധുനിക ഉപകരണങ്ങളുടെയും കമ്പ്യൂട്ടർ വികരണത്തിന്റെയും വാതകങ്ങളുടെയും സഹായത്താൽ ഇൻഫ്രാസ്ട്രക്ചർ വികിരണങ്ങൾ ശേഖരിച്ച് വയ്ക്കാനുള്ള കഴിവ് തെളിയിച്ചു. ഇനി 2-3 വർഷങ്ങൾ കൂടെ ഉള്ളൂ. 1957 അമേരിക്കൻ സമുദ്ര ഗവേഷകനായ റോഗർ റിവല്ലിയും രസതന്ത്ര ശാസ്ത്രജ്ഞനായ ഹാൻസ് ന്യൂസും കൂടി അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിച്ച തോതിൽ കടൽ ആഗിരണം ചെയ്യുന്നില്ല എന്ന നിഗമനത്തിലെത്തി. അപ്പോൾ പിന്നെ കരയിൽ നിൽക്കും എന്നുള്ളതാണ് അടുത്ത കണ്ടീഷൻ. 1954 ആകുമ്പോൾ ചാൾസ് ഡേവിഡ് കില്ലിങ്ങിന്റെ നേതൃത്വത്തിൽ ഹവായിലെ വിദൂര ദ്വീപ് മൗഹലോവയിലും അന്റാർട്ടിക്കയിലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതായി പഠനത്തിൽ തെളിഞ്ഞു. 1969 ആകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഉപദേശ സമിതി ഹരിതഗ്രഹ പ്രഭാവത്തിന്റെ പ്രശ്നങ്ങൾ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. 75 ആകുമ്പോൾ US ഗവേഷകനായ പാലേസ് ബ്രോക്കർ ആഗോളതാപനം എന്ന പ്രയോഗവും നടത്തി. അങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന കൺസെപ്റ്റ് വന്നത്.
അതിൽ മനുഷ്യന്റെ ഇടപെടലിന് വലിയ പങ്കുണ്ട്. ക്ലൈമാറ്റ് വേരിയബിലിറ്റിയിൽ നിന്ന് ക്ലൈമാറ്റ് ചേഞ്ചിലേക്ക് ഭൂമിയെ കൊണ്ടുപോയതിൽ മനുഷ്യന്റെ ഇടപെടൽ എന്താണെന്ന് ഞാൻ രണ്ടാമത് പറയാം. 1989 ആകുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വീണ്ടും വലുതായിട്ട് കൂടി. 98 ആകുമ്പോൾ ചരിത്രത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചൂടായി. 2006 ആകുമ്പോൾ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം മൂലം ആയപ്പോൾ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം വളരെ വലുതായി. ഇനി ഇതെങ്ങനെയാണ് ഇത് കൂടിയത്? ഈ ഭൂമിയിൽ ഇത്രയും കൂടാൻ കാരണം എന്താണ്? മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട്. 1800കളിൽ 100 കോടി ആളുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ 1930 ആകുമ്പോൾ 200 കോടി ആയെങ്കിൽ 1960 ആകുമ്പോൾ 300 കോടി ജനങ്ങളായെങ്കിൽ 87 ആകുമ്പോൾ 500 കോടി ആയെങ്കിൽ 1999 ആകുമ്പോൾ 2011 ആകുമ്പോൾ 700 കോടി ആയെങ്കിൽ ഇപ്പോൾ അത് 800 കോടിയിലേക്ക് മാറി. 850 കോടിയിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായും ധാരാളമായി കാട് വെട്ടേണ്ടി വന്നു. കാർബൺ സിങ്കുകൾ പലതും ഇല്ലാതായി. കൃഷിരീതികൾ മാറി. മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നം വന്നു. മലിനീകരണത്തിന്റെ പ്രശ്നം വന്നു. മോട്ടോർ വാഹനങ്ങളുടെ ഉപയോഗം കൂടി. സിമന്റിന്റെ ഉപയോഗം കൂടി. പെയിന്റിന്റെ ഉപയോഗം കൂടി. അങ്ങനെ മനുഷ്യന്റെ വികസനത്തിന്റെ ശരിയോ തെറ്റോ അത് പിന്നെ ചർച്ച ചെയ്യാം. നമുക്ക് ശരിയും തെറ്റോ ഒക്കെ പിന്നെ ചർച്ച ചെയ്യാം, കുറ്റപ്പെടുത്താനല്ല. മനുഷ്യന്റെ ഇടപെടലിൽ കൂടി ക്ലൈമാറ്റിന് വേരിയബിലിറ്റി വന്നു. ഈ ക്ലൈമാറ്റ് വേരിയബിലിറ്റിയും കൂടി ഇതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലേറ്റോ 600കളിൽ പ്ലേറ്റോ നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്തിന്റെ ഭൂവിനിയോഗം, ലാൻഡ് യൂസ്, ആ പ്രദേശത്തിന്റെ മൈക്രോ ക്ലൈമാറ്റിനെ ഡിസ്റ്റർബ് ചെയ്യും അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലൈമാറ്റ് എന്ന വാക്ക് തന്നെ ക്ലൈമ എന്ന വാക്കിൽ നിന്നാണ്. ക്ലൈമ എന്ന് പറഞ്ഞാൽ ചരിവെന്നാണ് അർത്ഥം. അല്ല, ചരിവിന്റെ അവസ്ഥ. ഓരോ ചരിവിലെയും ആ സമയത്തെ പ്രസന്റ് അവസ്ഥയാണ് അങ്ങനെ കാലാവസ്ഥ എന്നൊക്കെ വന്നത്. അതിന് ചരിത്രം പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോയ വീഡിയോ നീണ്ടുപോകും. അത് പിന്നെ വേറൊരു അവസരമാകാം. അപ്പോൾ 2 തരത്തിൽ ക്ലൈമാറ്റ് ചേഞ്ച് ഉണ്ട്. ഒന്ന് ക്ലൈമാറ്റ് വേരിയബിലിറ്റിയാണ്, 2 ക്ലൈമാറ്റ് ചേഞ്ച് ആണ്. ക്ലൈമാറ്റ് ചേഞ്ച് ആക്കുന്നതിൽ മനുഷ്യന്റെ ഇടപെടലിന് വലിയ പങ്കുണ്ട്. അങ്ങനെ മനുഷ്യ ഇടപെടലുകൾ പങ്ക് കൂടിയപ്പോൾ 1.5 ഡിഗ്രിയിൽ നിന്ന് 1.5 ഡിഗ്രിയിൽ നിന്ന് 2 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമോ എന്നുള്ളൊരു ഭയം മനുഷ്യർക്കുണ്ട്. പിന്നെ ചൂട് കൂടുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അങ്ങനെ ചൂട് കൂടിയാൽ, ഇന്നുള്ളതിനേക്കാൾ താപനില കൂടിയാൽ, അത് ഗ്ലോബൽ വാർമിംഗ് എന്ന് സായിപ്പ് പറഞ്ഞ ആ കൺസെപ്റ്റ് അനുസരിച്ച് കൂടിയാൽ മഞ്ഞുമലകൾ ഉരുകാനും കടൽ നിരപ്പ് ഉയരാനും ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ സൂക്ഷ്മ കാലാവസ്ഥയ്ക്ക് വലിയ പങ്കുണ്ട്. ഞാൻ ഒരു സെന്റൻസ് കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കേരളത്തിൻ്റെ വിഷയങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യണം. അതായത് കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളും അറബിക്കടലും സൂര്യൻ്റെ ചൂടും നേരിട്ട് വരുന്ന സൂര്യൻ്റെ ചൂടും ഉള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് ഇവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളും ഇവിടുത്തെ നമ്മുടെ ഇടപെടലുകളും നമ്മുടെ കാലാവസ്ഥയെ വലുതായി സ്വാധീനിച്ചിട്ടുണ്ട്. ചെറിയ സ്വാധീനമല്ല ചെലുത്തിയിരിക്കുന്നത്, വലിയ സ്വാധീനമാണ്. കാട് കുറഞ്ഞാൽ മഴ കുറയുമെന്ന് ഊട്ടി കാടുകളിലെ പഠനം വെച്ചിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം ഇതെല്ലാം പഠനങ്ങളാണ്, അല്ലാതെ വെറുതെ പറയുന്നത്. അതുകൊണ്ട് ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് പ്യൂർലി ക്ലൈമറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രകൃതിയുടെയോ ഒരു പ്രതിഭാസമല്ല. അതിൽ മനുഷ്യൻ്റെ ഇടപെടലിനും മനുഷ്യൻ്റെ വികസന ഇടപെടലിനും മനുഷ്യൻ്റെ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റിക്കും വലിയ പങ്കുണ്ടെന്ന് 1712 മുതൽ 2026 വരെയുള്ള 1712 പോയി 1800 പിന്നെ 2000 200 288 288 300 88 94 പിന്നെ അതെ 300 അതായത് 314 324 വർഷത്തിൻ്റെ കഥ പറയാം. 300 വർഷത്തിൻ്റെ കഥ ഞാൻ പറയാം. ഞാൻ ഈ കൂട്ടിയെടുത്തത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 300 വർഷത്തെ കഥയെടുത്താൽ 3000 വർഷങ്ങൾ കൊണ്ട് ഭൂമിക്ക് ചൂട് കൂടിയതിനേക്കാൾ 30,000 വർഷം കൊണ്ട് ഭൂമിക്ക് ചൂട് കൂടിയതിനേക്കാൾ 30,000 3 ലക്ഷമോ 2 ലക്ഷമുള്ള നേരത്തെ നമ്മൾ പറഞ്ഞു 2 ലക്ഷം വർഷം കൊണ്ട് ഭൂമിക്കുണ്ടായ ചൂടിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായ തോതിൽ വളരെ ഇൻക്രിമെൻ്റലായി ചൂട് കൂടുന്നു എന്നാണ് IPCC അടക്കമുള്ള ഇന്റർനാഷണൽ പാനൽ ഓൺ ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്ന IPCC അടക്കമുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ആളുകൾ, ശാസ്ത്ര ഗവേഷകർ അംഗങ്ങളായിട്ടുള്ള IPCC ഒക്കെ പറയുന്ന കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഭൂമിക്ക് ചൂട് കൂടുന്നു. ഈ ചൂട് കൂട്ടുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡിന് വലിയ പങ്കുണ്ട്, മീഥേന് പങ്കുണ്ട്, കാർബൺ മോണോക്സൈഡിനൊക്കെ പങ്കുണ്ട്. അത് അന്തരീക്ഷത്തിൽ കൂട്ടുന്നതിൽ, ഭൂമിയിൽ കൂട്ടുന്നതിൽ മനുഷ്യന് വലിയ പങ്കുണ്ട്.
അതുകൊണ്ട് തന്നെ ആന്ത്രോപോജനിക് ആയിട്ടുള്ള ക്ലൈമാറ്റിക് ചേഞ്ചിന് മനുഷ്യനാണ് പ്രതി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ കഴിയൂ.